എടാ ഏത് ചീരാന്നാ? എടാ എന്റെ ചേച്ചി ഇന്ന് രാവിലെ വന്ന് 3 കെട്ട് ചീര പറിച്ചു വെച്ചില്ലേ? അതിൽ 1 കെട്ടല്ലേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. ബാക്കി 2 കെട്ട് അവിടെ ഇരിക്കല്ലേ. ആ അതാ വളവില് മമ്മക്കാന്റെ കടയിലെ കൊണ്ടേക്ക്. പൈസ വിറ്റിട്ട് തന്നാ മതി എന്ന് പറ. അല്ല അത് വെറുതെ ഉണക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചേച്ചിയുടെ വീട്ടിലെ എടാ 1ഉം 2ഉം പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ കൂടപ്പറപ്പില്ലേ, ഞങ്ങൾക്ക് തെറ്റാൻ പറ്റുമോ? ഇത് ഇത്രയായി. ഒരു കഷ്ടമാണെന്ന് പറയുന്നത്. നിസാര കാരണത്തിന് വഴക്ക് കൂടിയ സഹോദരങ്ങൾ, സഹോദരി സഹോദരന് വിഷം കൊടുത്തു കൊന്നു. ആഹാ എന്തോ ഒരു ചായ, നല്ല ചായ. ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെ നടക്കുന്നത്? എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറയാം. ഇത് കൂടെ പറഞ്ഞവർക്ക് പോലും ഇല്ല ചിന്ത. വർത്തമാനം ചേച്ചിയല്ലേ കൂടപ്പുറപ്പല്ലേ എന്നൊക്കെ കരുതിയിട്ട് കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും സ്കൂളിലേക്ക്. നല്ല കൊതി ഉണ്ടാവും ലോസഞ്ചർ മുട്ടായി തിന്നാൻ. പക്ഷെ തിന്നില്ല, ചേച്ചിക്ക് മേടിച്ചു കൊടുക്കും. അല്ല അങ്ങനെയാണ്, ഓരോ കാലം കഴിയുമ്പോൾ ഒക്കെ മറക്കുവേ. പട്ടി ഉണ്ടോന്നും കൂടി നോക്കാണ്ട് മതിൽ ചാടി കറന്നിട്ട് കണ്ണിവാങ്ങ പറിച്ചിട്ട് തുടക്കി പട്ടിയുടെ കടി കൊണ്ടതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റണ? ആ ഒക്കെ അത്രേ ഉള്ളൂ. അവനോനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നത്? കടയിൽ പോയതാ. സൂഫി, നമ്മളൊരു വർത്താനം പറയുമ്പോഴേ ആലോചിച്ചിട്ട് വേണം പറയാനുള്ളത്. എന്തെങ്കിലും വായി തോന്നുന്നത് പറഞ്ഞിട്ട് അവസാനം സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നിനക്ക് അനിയണ്ടാ? ലല്ലുവിനെ അറിഞ്ഞൂടെ ചേട്ടന്? നിങ്ങൾ തമ്മിൽ എങ്ങനെ നല്ല സ്നേഹത്തിലാണ്? നമ്മള് നല്ല സ്നേഹം. അപ്പൊ സ്നേഹ കൂടുതലുണ്ട്. അവൻ എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞാലും അവനോട് ദേഷ്യപ്പെടാറുണ്ടാ? ഇല്ല, ഞാനങ്ങ് ക്ഷമിക്കും. അതെ അല്ലേ? അല്ല അങ്ങനെ വേണം, അങ്ങനെ വേണം. അനിയനെ മനസ്സിലാക്കിയിട്ട് അവൻ സ്നേഹം കൊണ്ടാ പറയുന്നത്. സ്നേഹത്തോടെ വർത്താനം പറയുമ്പോഴേ ആ വാക്കിന് ഒരു സ്നേഹം ഉണ്ടാവും. ഞാൻ അവിടെ അല്ല, ഞാൻ ഇവിടെ പറയുന്നു. ആരോടും വേറെ പറയാനില്ല. സൂഫി, നിനക്കന്നെ ഇനി അനിയത്യം കാണുന്നുണ്ടോ? അനിയത്തിയുണ്ട്. ആലോചിച്ച് വേണം അവരെ തലയിൽ കയറ്റി ഇരുത്തേണ്ടത്. ഒരു ലിമിറ്റിനെ നിർത്തണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവസാനം നമ്മൾ നോക്കിക്കേണ്ടി വരും. ഞാൻ കാര്യം പറഞ്ഞു. അതെ, ഇനിയിപ്പൊ അനിയൻ എന്തെങ്കിലും ഒരു സാധനം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെങ്കിലേ അതിന്റെ വില മനസ്സിലാക്കണം. അല്ലാണ്ട് അത് മുഴുവൻ പിടുങ്ങിയിട്ട് ഇങ്ങോട്ട് പോരരുത് കേട്ടാ. അയ്യോ, പിന്നെ ഒരുപാട് ചീരയുടെ കാര്യം ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ആരാണെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിന്റെ വർത്താനം കേൾക്കണ്ട, നമുക്ക് ഈ സംസാരം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരോട് സംസാരിക്കുക. ചീരയായാലും നെല്ലായാലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ്, അതിനൊരു വില കാണണം. എല്ലാരും കഷ്ടപ്പെടാതെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാം ചുമ്മാ അങ്ങോട്ട് കളയുമ്പോൾ അങ്ങ് വന്നു. നിങ്ങൾ വെറുതെ വളവളാന്ന് ഓരോന്ന് പറഞ്ഞു കേൾക്കേണ്ട പൊക്ക കുട്ടികളെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല. നിങ്ങൾ പോയി ഇനിയിപ്പോ എന്തിനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്?